ഹലോ, കുറേ ദിവസമായി കണ്ടിട്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ ഒരു റിസൈൻ സ്റ്റേജിലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്തു പഴയ ഫേമിൽ നിന്ന്. അപ്പം അവിടെ നിന്ന് പുതിയൊരു ഫേമിലോട്ട് പോകാനുള്ള ഒരു നീക്കുപോക്കൊക്കെ ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വരാൻ പറ്റാത്തത്. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ പോകുന്നത്, കോർപ്പറേറ്റ് ലൈഫിലുള്ള ഫ്രണ്ട്സൊന്നും റിയൽ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്ക്രോളും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ വളരെ യാദൃച്ഛികമായി പറയുക എന്ന് വെച്ചാൽ അതൊന്നും അല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എൻ്റെ റിലീവിങ്ങിൻ്റെ തലേ ദിവസം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ചേർന്ന് ഒരു നല്ലൊരു പാർട്ടി തന്നു. ലൈഫിൽ ഒരു നല്ലൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് എനിക്ക് വിളിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട് എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. അതായത് ഒരു 17/7/2026 എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ തലേ ദിവസം. അന്ന് എൻ്റെ വളരെ ക്ലോസ് ആയ കുറേ ഫ്രണ്ട്സ് കയറി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടിയിൽ നിന്ന്. അപ്പം ഓരോ ഫ്രണ്ട്സിനെയും ഞാനൊരു ഇൻട്രൊഡക്ഷനിലൂടെ പറയുന്നതാണ് നല്ലത്. 2016 ഞാൻ ജോയിൻ ചെയ്ത സമയം തൊട്ട് ഇതുവരെയും ഇനിയും അങ്ങോട്ടും വളരെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ടാണ് എൻ്റെ ശ്രീകാന്ത് എന്ന് പറയുന്നത്. അവൻ എൻ്റെ എല്ലാ പ്രോഗ്രാമിലും, അതായത് എന്ത് കാര്യത്തിനും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് അവൻ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ചൈതന്യ. ഞാൻ ചൈതു എന്നാണ് വിളിക്കുന്നത്. അവളെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരി യോഗ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ലോകത്ത് എവിടെയൊക്കെ വള്ളിയുണ്ടോ കൃത്യമായിട്ട് ആ വള്ളി പിടിച്ചുകൊണ്ട് അവൾ വരും. എന്നിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരാളെന്ന് പറയുന്നത് അമ്മുവാണ്, അമൃത. അമൃതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബി കൂൾ ഗായത്രി, ബി ഹാപ്പി ഗായത്രി എന്ന് പറയുന്ന വാക്ക് മാത്രമേ പുള്ളിക്കാരത്തിലുള്ളൂ. ഫസ്റ്റ് ടെൻഷൻ അടിക്കുന്ന അവളാണ്. പിന്നെ മാത്രമല്ല കോൺ കോളിൽ എന്നെ എപ്പോഴും വിളിച്ചു നോക്കിയോ, നീ അക്കൗണ്ടൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ ഉണ്ട് കൂടെ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് നിൽക്കുന്ന ഒരാളാണ് അമൃത. പിന്നെ ഒരാൾ ഇന്ദുവാണ്. ഇന്ദുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കോൺ കോളിലും ഒരു ബ്രാഞ്ചിനെ കുറിച്ച് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ട് ഇന്ദുവിനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും. ഒരു കോൺ കോളിലാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ കോൺ കോളിലുള്ള എല്ലാവർക്കും മനസ്സിലാവും പുള്ളിക്കാരത്തിയാണ് അത് ചെയ്തതെന്ന്. കാരണം പുള്ളിക്കാരത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്. പിന്നെ അടുത്തൊരാളെന്ന് പറയുന്നത് പിൻഡോ സാറാണ്. ഈ പ്രൊഫഷണലായിട്ട് എങ്ങനെ ഒരു ബ്രാഞ്ച് ഓപ്പറേഷൻ മാനേജർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ്. പിന്നെ വർഷ എന്ന് പറയുന്നത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും പെർഫോമറാണ് വർഷ. ഇതിന് പുറമേ എന്നെ സെൻഡ് ഓഫിന് വന്നത് പാർവതിയാണ്, ക്ലർക്കാണ്. പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് വന്ന് എന്നെ കാണാൻ വന്നു. പിന്നെ ക്രിസ്റ്റയ്ക്ക് വരാൻ പറ്റിയില്ല. പുള്ളിക്കാരത്തേക്കും എന്നെ വന്ന് പിറ്റേ ദിവസം വന്ന് പുള്ളിക്കാരത്തി വന്ന് കണ്ടു, 18th വന്ന് കണ്ടു. ഇതിന് പുറമെ എൻ്റെ ചാർജ് ഞാൻ പോയതിന് ശേഷം ആ ചാർജ് എടുക്കാൻ വേണ്ടി വന്ന അഞ്ജനയും ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇത് പറയാൻ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഉള്ളിലുണ്ടാകുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾ ആ ഒരു ഡിസിഷനിലെത്തിയത്. പക്ഷേ എന്നാൽ പോലും റിലീവ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നും പിറ്റേ ദിവസം നമ്മളെ ഉള്ളിലെന്ന് പറയുന്നത് ഒരു തീ പോലെയാണ്, ഇതൊരു ഭാരം പോലെയാണ്. എങ്ങനെ ഇറക്കി വയ്ക്കും? ഇത്രയും വർഷം നിന്ന സ്ഥലം, 10 വർഷം നിന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ ഇറങ്ങിപ്പോവും, ഇത് എങ്ങനെ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഇനി പോകുന്ന സ്ഥലത്ത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കുറേ എന്തൂസിയാസം, കുറേ ക്യൂരിയോസിറ്റീസൊക്കെ എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഓവർ തിങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ചിന്തിച്ച് ഒരു അവിയൽ പഴുവം പോലെ ആയിരുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ തന്നെ. പിന്നെ ഇതിൽ പുറമെ വേറൊരാളെന്ന് പറയുന്നത് അനുമാഡമാണ്. അനുമാഡം എന്ന് പറയുന്നത് ഈ ബാങ്കിൽ നിന്ന് പോയിട്ട് വേറൊരു ബാങ്കിൽ ജോയിൻ ചെയ്താണ് ആളാണ്. പുള്ളിക്കാരത്തെയാണ് എന്നെ വിളിച്ചുകൊണ്ട് വരികയും തിരിച്ച് വിടുകയും ചെയ്തത് അനുമാഡമാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള സതീഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ എന്ന് തന്നെ പറയണം. ഏത് കോൺകോളിലും ആരോടും പറ്റില്ല സാർ എന്ന് പറയാൻ ധൈര്യമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്കൊക്കെ അത് കാണുമ്പോൾ മോട്ടിവേഷനാണ്, ചെയ്യണം പറയണം. പക്ഷേ എനിക്ക് അടുത്ത ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അറിയാതെ തത്തമ്മ പൂച്ച പോലെ ചെയ്യാം സാർ, ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കും. അങ്ങനെ ഒരു നല്ല ഈവനിങ്, സത്യം പറഞ്ഞാൽ 7:30 സ്റ്റാർട്ട് ചെയ്ത ഒരു ഈവനിങ് 9:30 വരെ നമ്മൾ അവിടെ ഇരുന്ന് ആ ബഹളം, കളി, അതിനിടയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു. നമ്മുടെ പ്രഷർ, നമ്മുടെ ടെൻഷൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഒറ്റ കാരണം, ഇനി എനിക്ക് ധൈര്യത്തോടു കൂടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിന് 4-5 പേരെ എനിക്ക് വിളിക്കാം. എടാ എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞ് ഇതിന് 4 പേര് അല്ലെങ്കിൽ 5 പേരെങ്കിലും എന്തായാലും എൻ്റെ കൂടെ കാണും, ഇല്ലേ? കാണും. അങ്ങനത്തെ കുറച്ച് നല്ല പേര് സുഹൃത്തുക്കളെ എനിക്ക് സമ്മാനിച്ചത് ഈ ബാങ്കാണ്. അതിനിടയിൽ കൂടെ തന്നെ എന്നെ വർഷങ്ങളായിട്ട്, അതായത് 5 വർഷത്തിന് മുകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് എന്നെ കാണാൻ വന്നു. അതൊക്കെ ഭയങ്കര നല്ലൊരു മൊമെൻ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നല്ലൊരു ഓഫീസറായിരുന്നു, ഞാൻ നല്ലൊരു കോവർക്കറായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ നല്ല രീതിയിലാണ് അവരോട് പെരുമാറിയത്. ഞാൻ അതുവരെയും മനസ്സിലാക്കിയിരുന്നത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു ഓഫീസറായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഞാൻ നല്ലൊരു ഓഫീസറായിരുന്നു. അപ്പോൾ എൻ്റെ റിലീവിങ് അത്രയും സ്മൂത്തായിട്ടും കുറച്ച് ഇമോഷണലായിട്ടും
എല്ലാവരും കൂടെ നടത്തിയെങ്കിലും ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും നല്ലൊരു ഫ്രണ്ട്സിന് സർക്കിൾ തന്നത് ഇങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് വേൾഡ് ആയതുകൊണ്ടാണ്. അപ്പം ഇനി എല്ലാവരും പറയുന്ന പോലെ കോർപ്പറേറ്റ് വേൾഡിലെ ഫ്രണ്ട്സ് എല്ലാം ഫേക്ക് ആണോ? അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.